ഇപ്പൊ നമ്മളിപ്പോ കഴിഞ്ഞ പാഠത്തിൽ പീരിയോഡിക് ടേബിൾ പഠിച്ച ഓർമ്മയുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ടേബിൾ ഏതിൻ്റെ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. പീരിയോഡിക് ടേബിൾ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ ഹീലിയം, നിയോൺ, ആർഗൺ. ഹായ്, ഇന്നത്തെ വീഡിയോ കേരള സിലബസ് 9ാം ക്ലാസ്സിലെ കെമിസ്ട്രിയുടെ 3ാമത്തെ ചാപ്റ്റർ കെമിക്കൽ ബോണ്ടിങ്. ഈ ചാപ്റ്ററിലെ അയനിക് ബോണ്ട്, കോവാലന്റ് ബോണ്ട് അങ്ങനെയുള്ള കെമിക്കൽ ബോണ്ടിങ്ങിനെ കുറിച്ചും ചാപ്റ്ററിലെ ടെക്സ്റ്റ് ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഹാവ് യു എവർ തോട്ട് ദാറ്റ് അബൌട്ട് സച്ച് തിങ്സ്? എന്താണ്? ഹൗ മെനി ആറ്റംസ് ആർ ദെയർ ഇൻ എ മോളിക്യൂൾ ഓഫ് നോബിൾ ഗ്യാസ്? ഹാവ് യു എവർ തോട്ട് അബൌട്ട് സച്ച് തിങ്? ഈ നോബിൾ ഗ്യാസിന്റെ ഒക്കെ ആറ്റംസിൽ എത്ര മോളിക്യൂൾസ് ഉണ്ടാവും? നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞതൊക്കെ H2O 2 ഹൈഡ്രജനും 1 ഓക്സിജനും വേണം. അതുപോലെ ഉള്ള എക്സാമ്പിൾ ഇപ്പോൾ മീഥൈൻ്റെ പറഞ്ഞു, CH4 പറഞ്ഞു, അതായത് 1 കാർബണും 4 ഹൈഡ്രജനും വേണം. അപ്പോൾ ഈ നോബിൾ ഗ്യാസിന് അങ്ങനെ വല്ലതും ഉണ്ടോ? നോബിൾ ഗ്യാസസ് ഡു നോട്ട് നോർമലി ഫോം മോളിക്യൂൾസ്. നമ്മൾ നേരത്തെ പറഞ്ഞു, നോബിൾ ഗ്യാസസ് ഡു നോട്ട് നോർമലി ഫോം മോളിക്യൂൾസ് ബിക്കോസ് ദേ ഓൾറെഡി ഹാവ് എ കംപ്ലീറ്റ് ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺ ഷെൽ ആൻഡ് ആർ കെമിക്കലി സ്റ്റേബിൾ. ദേ എക്സിസ്റ്റ് ആസ് സിംഗിൾ ആറ്റംസ്, മോണോ ആറ്റോമിക് ഗ്യാസസ്. ഔട്ടർമോസ്റ്റ് ഷെൽ അവർക്ക് കംപ്ലീറ്റ് ആണ്, അവർക്ക് കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കേണ്ട കാര്യമില്ല, മറ്റ് ആറ്റംസുമായിട്ട് കമ്പൈൻ ചെയ്യേണ്ട കാര്യമില്ല. അതിനെ മലയാളത്തിൽ അലസവാതകങ്ങൾ എന്ന് പറയുന്നുണ്ട്. അവർ അലസന്മാരായതുകൊണ്ടല്ല, അവർ സ്റ്റേബിൾ ആയതുകൊണ്ടാണ്. അവർക്ക് പണിയെടുക്കേണ്ട ആവശ്യമില്ല, മറ്റ് ഇത് ആറ്റംസുമായിട്ട് കമ്പൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അവർക്ക് മോണോആറ്റോമിക് ആയിട്ട് തന്നെ നിൽക്കാം. അവിടെ സ്റ്റെബിലിറ്റി ഇല്ലാതെ വരുമ്പോഴാണ് അവർ സാധാരണ ആറ്റംസ് എന്ത് ചെയ്യുക, കമ്പൈൻ ചെയ്യുന്ന കോമ്പൗണ്ട്സ് ഉണ്ടാകും, മോളിക്യൂൾസ് ഉണ്ടാക്കിയിട്ട് ഓരോ കോമ്പൗണ്ട്സിന്റെ മോളിക്യൂൾസ് ആയിട്ട് മാറാനുള്ള കാരണം സ്റ്റെബിലിറ്റി ഇല്ല. അങ്ങനെ നിന്നെങ്കിലേ അവർക്ക് സ്റ്റെബിലിറ്റി കിട്ടും. പക്ഷേ ഇവിടെ നോബിൾ ഗ്യാസിന്റെ കേസിൽ എന്താണ്, അവർക്ക് ഓൾറെഡി സിംഗിൾ ആറ്റമായിട്ട് നിൽക്കാൻ പറ്റും, അവർക്ക് തന്നെ സ്റ്റെബിലിറ്റി ഉണ്ട്. സോ ദ മോളിക്യൂൾ ഓഫ് എ നോബിൾ ഗ്യാസ് കണ്ടെയ്ൻസ് ഓൺലി 1 ആറ്റം. ഒരു ആറ്റം മാത്രം മതി നോബിൾ ഗ്യാസിന്റെ മോളിക്യൂൾ. ജനറലി ദേ ഡു നോട്ട് കമ്പൈൻ വിത്ത് അതർ ആറ്റംസ്. ട്രൈ ടു ഫൈൻഡ് ഔട്ട് ദ റീസൺ ഫോർ ദിസ് ബൈ ഒബ്സർവിംഗ് ദ ടേബിൾ ഗിവൺ ബിലോ. ടെക്സ്റ്റ് തന്നെയുള്ള ടേബിൾ ആണ്, നമുക്ക് നോക്കാം. ഇതാ ആ ടേബിളിന്റെ പ്രത്യേകത നോക്കുക. ആദ്യം എലമെന്റ് ഹീലിയം, ആറ്റോമിക് നമ്പർ 2 ആണ്, ഇലക്ട്രോൺ കോൺഫിഗറേഷൻ 2 ആണ്, അതായത് ഫസ്റ്റ് ഷെല്ലിൽ കെ ഷെല്ലിൽ മാക്സിമം കൊള്ളിക്കാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 2 ആണ്. ഈ 2 എണ്ണം അവിടെ ഇവർക്ക് കംപ്ലീറ്റ് ആണ്, അപ്പോൾ സ്റ്റെബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് പിന്നെ മറ്റ് ആറ്റവുമായിട്ട് കമ്പൈൻ ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പം നമ്മളിപ്പോൾ കഴിഞ്ഞ പാഠത്തിൽ പീരിയോഡിക് ടേബിൾ പഠിച്ച ഓർമ്മയുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ടേബിൾ ഏതിൻ്റെ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. പീരിയോഡിക് ടേബിൾ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സിനോൺ, റാഡോൺ, ഈ സാധനങ്ങളൊക്കെ എവിടെയാണ്? 18th ഗ്രൂപ്പിലാണ്, 18ാമത്തെ ഗ്രൂപ്പിലാണ്. ഇതെല്ലാം നോബിൾ ഗ്യാസ് ആണ്. ഇനി ഈ ടേബിളിലെ ലാസ്റ്റ് കോളം നോക്കുക, അവിടെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ തന്നിട്ടുണ്ട് 2, 8. ഇതിൻ്റെ ആറ്റോമിക് നമ്പർ ഉണ്ട്, അത് വെച്ചിട്ട് നമുക്ക് കോൺഫിഗറേഷൻ ഉണ്ടാക്കാം. ഇപ്പോൾ നിയോണിൻ്റെ കേസിൽ അതിൽ പറയുന്നതിന് മുമ്പ് നമുക്ക് ഈ ലാസ്റ്റ് കോളത്തിലേക്ക് നോക്കുക, 3rd കോളത്തിലേക്ക്. 2 ആണ്, 2, 8 ആണ്, 2, 8, 8 ആണ്, 2, 8, 18, 8 ആണ്, 2, 8, 18, 18, 8 ആണ്, 2, 8, 18, 32, 32, 18, 8 ആണ്. ഇപ്പോൾ ഹീലിയത്തിന് മാത്രമേ 2 ഉള്ളൂ. ഹീലിയത്തിന് 2 ഉള്ളത് എന്തുകൊണ്ടാണ്? അവിടെ ഒറ്റ ഷെല്ലേ ഉള്ളൂ, അവിടെ 8 എണ്ണത്തെ കൊള്ളിക്കാൻ പറ്റൂല. പക്ഷെ 2 കൊണ്ട് തന്നെ ഹീലിയം തൃപ്തനാണ്, കാരണം 2 ഇലക്ട്രോണിനെ അവിടെ കൊള്ളിക്കാൻ പറ്റുള്ളൂ, അതിന്റെ മാക്സിമം അവിടെ ഉണ്ട്. അപ്പോൾ പിന്നെ ഹീലിയത്തിന് സ്റ്റെബിലിറ്റി ഉണ്ട്. ഇനി ബാക്കിയുള്ളത് നോക്കുക, എല്ലാത്തിൻ്റെയും ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ വീതം ഉണ്ട്. അപ്പോൾ ഇത് സ്റ്റേബിൾ അല്ലേ? നിയോണിന്റെ കേസിൽ നിയോണിന് 10, 2, 8, അപ്പോൾ ഔട്ടർ മോസ്റ്റ് ഷെൽ 8 കംപ്ലീറ്റ് ആയി. ആർഗൺ 18, 2, 8, 8 കംപ്ലീറ്റ് ആണ്. ക്രിപ്റ്റോൺ 36, 2, 8, 18, 8 ഈ വരുന്നതെല്ലാം എന്താണ്? ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ഉണ്ട്. അങ്ങനെ ഇല്ലാതെ വരുമ്പോഴാണ് അവർക്ക് സ്റ്റെബിലിറ്റി വേണ്ടത്. അങ്ങനെയാണ് അവർ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുകയും മറ്റു ആറ്റവുമായിട്ട് കമ്പൈൻ ചെയ്യുകയും ചെയ്യുക. ഈ കെമിക്കൽ ബോണ്ടിങ് ഉണ്ടാക്കേണ്ട കാര്യം അവിടെയാണ്. ഇവിടെ ഇപ്പം എല്ലാത്തിനും ഇപ്പം ഈ ടേബിളിൽ നിന്ന് തന്നെ വ്യക്തമാണ്, ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ഉണ്ട്. Generally, they do not combine with other atoms. They try to find out the reason for this by observing the table given below. ടേബിൾ കണ്ടല്ലോ, അപ്പോൾ ഇതിൻ്റെ കാരണം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി
How many electrons are there in the outermost shell of noble gases except helium? ഹീലിയത്തിന്റെ കേസ് നമ്മൾ പറഞ്ഞു, ഹീലിയത്തിന് രണ്ടെണ്ണേ കൊള്ളിക്കാൻ പറ്റുള്ളൂ. അപ്പം ഹീലിയം അല്ലാതെ ബാക്കിയെല്ലാത്തിനും എത്രയായിരിക്കും? 8 ഇലക്ട്രോണേ ഉണ്ടാവുള്ളൂ. നെക്സ്റ്റ്, the arrangement of either electrons in the outermost shell as in noble gases is known as octet configuration. എന്താ പറഞ്ഞത്? The arrangement of 8 electrons in the outermost shell as in noble gases. നോബിൾ ഗ്യാസിലുള്ള പോലെ, ഇപ്പൊ നമ്മൾ കണ്ടതാണ് നോബിൾ ഗ്യാസ്. ആ നോബിൾ ഗ്യാസിലുള്ള പോലെ തന്നെ ഔട്ടർമോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ അറേഞ്ച്മെന്റ്സ് 8 എണ്ണം വെച്ചിട്ട് കൃത്യമായി ഉണ്ടെങ്കിൽ ഈസ് നോൺ ആസ് ഒക്ടെറ്റ് കോൺഫിഗറേഷൻ. അപ്പോൾ ഒക്ടെറ്റ് കോൺഫിഗറേഷൻ എന്താണെന്ന് ഓർത്ത് വെക്കുക. ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ കിട്ടിയാൽ ആണ്, അപ്പൊ നോബിൾ ഗ്യാസിനെ പോലെയായി. അങ്ങനെ ആയാൽ രക്ഷപ്പെട്ടു, സ്റ്റെബിലിറ്റി കിട്ടി. Atoms with octet configuration in the outermost shell are found to be more stable. Such atoms are generally reluctant to participate in chemical reactions. അപ്പോൾ കെമിക്കൽ റിയാക്ഷൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? സ്റ്റെബിലിറ്റി കിട്ടുക. ഒക്ടെറ്റ് കോൺഫിഗറേഷൻ അച്ചീവ് ചെയ്താൽ എന്തായി? അവർ സ്റ്റേബിളായി. Such atoms generally reluctant to participate in chemical reactions. കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കാൻ അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. Therefore, noble gases are also called inert gases. അപ്പോൾ നോബിൾ ഗ്യാസസിനെ നമ്മൾ ഇനേർട്ട് ഗ്യാസസ് എന്ന് കൂടെ പറയുന്നു. അവര് കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്നില്ല. The atomic number of helium is 2. The maximum number of electrons that can be accommodated in the first shell of helium is also 2. Atomic number of helium 2 ആണ്. മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്താണ്? ഫസ്റ്റ് ഷെല്ലിൽ ഹീലിയത്തിന് 2 ആണ്. അപ്പൊ ആ ഷെല്ല് കംപ്ലീറ്റ് ആണല്ലോ. അപ്പൊ ഹീലിയവും ഇതിൽപ്പെടും, ഈ പറഞ്ഞ ഇനേർട്ട് ഗ്യാസിൽ പെടും. Therefore, the duplet configuration of helium is stable. Like that, the other noble gases. നമ്മൾ ഒക്ടെക്റ്റ് ആണ് സ്റ്റേബിൾ എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഡുപ്ലെറ്റ് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാലും എന്താണ്? 2 എണ്ണം അവിടെ ഉണ്ട്. അതിന് ഒക്ടെക്റ്റ് വേണം എന്നിവിടെ നിർബന്ധമില്ല, കാരണം മറ്റ് ഇലക്ട്രോണിനെ കൊള്ളിക്കാനുള്ള സ്പേസ് അവിടെ ഇല്ല. അപ്പോ എന്താണ്? ഹീലിയവും ഇവിടെ നോബിൾ ഗ്യാസിനെ പോലെ തന്നെ എന്താണ്, അല്ലെങ്കിൽ ഹീലിയവും ഈ നോബിൾ ഗ്യാസിൽ നമുക്ക് പെടുത്താം. അത് ഒക്ടെക്റ്റ് കംപ്ലീറ്റ് ആണ്. ഒക്ടെക്റ്റ് എന്നുള്ള വാക്ക് മാത്രമേ ഇവിടെ പ്രശ്നമുള്ളൂ, ഡുപ്ലെറ്റ് എന്ന് പറയുന്നത് മാത്രം. പക്ഷേ സ്റ്റെബിലിറ്റി കൊണ്ട് സ്റ്റേബിൾ ആണ്. ഒബ്സർവ് ദ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് മഗ്നീഷ്യം ആൻഡ് ഓക്സിജൻ ഇൻ ടേബിൾ 3.4 ഗിവൺ ബിലോ. 3.4 ടെക്സ്റ്റിലെ ടേബിൾ ആണ്. ഇവിടെ നോക്കുക. എലമെന്റ് മഗ്നീഷ്യം, ആറ്റോമിക് നമ്പർ 12, ഇലക്ട്രോൺ കോൺഫിഗറേഷൻ 282. ഓക്സിജൻ ആറ്റോമിക് നമ്പർ 8 ആണ്, ഇലക്ട്രോൺ കോൺഫിഗറേഷൻ 26 ആണ്. അപ്പൊ ഇവർ 2 സ്റ്റേബിൾ അല്ല. ഇനി എന്ത് ചെയ്യാൻ പറ്റും? ആർ ദീസ് ആറ്റം സ്റ്റേബിൾ? അല്ല, നമുക്കറിയാം. നോ. ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എന്താണ്? 282 ആണ്. ഇറ്റ് ഹാസ് 2 വാലൻസ് ഇലക്ട്രോൺ. So its outermost shell is incomplete. ഇതിന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ 282 ആണ്. അതിലെന്തില്ല? 2 ഇലക്ട്രോൺ ഉണ്ട് വാലൻസ് ഷെല്ലിൽ. വാലൻസ് ഇലക്ട്രോൺസ് 2 ആണ്. ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ കിടക്കുവാണ്. അപ്പൊ അത് ഇൻകംപ്ലീറ്റ് ആണ്. അതുകൊണ്ട് തന്നെ സ്റ്റെബിലിറ്റി ഇല്ല. ഇനി ഓക്സിജന്റെ കാര്യത്തിലോ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ 26 ആണ്. ഇറ്റ് ഹാസ് 2 വാലൻസ് ഇലക്ട്രോൺസ് ആൻഡ് നീഡ്സ് 2 more electrons to complete the octet. ഓക്സിജന്റെ കേസിലും 2, 6 ഉള്ളൂ. അപ്പൊ 6 ഇലക്ട്രോൺ ആണ്, വാലൻസ് ഇലക്ട്രോൺ ഉണ്ട്. 8 എണ്ണം ആയാലും നമുക്ക് സ്റ്റെബിലിറ്റി കിട്ടുള്ളൂ. അപ്പൊ 8 എണ്ണം ആക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? 2 more electrons to complete its octet. ഒക്ടെറ്റ് കംപ്ലീറ്റ് ആക്കാൻ 2 ഇലക്ട്രോൺ കിട്ടിയാൽ ഓക്സിജന്റെ കാര്യം രക്ഷപ്പെടും. പക്ഷെ എവിടെ നിന്ന് കിട്ടും? എങ്ങനെ കിട്ടും? Therefore, both atoms are unstable. How can they attain stability? ഇവർക്ക് സ്റ്റെബിലിറ്റി കിട്ടാൻ വഴിയുണ്ടോ? മഗ്നീഷ്യം ലൂസസ് 2 ഇലക്ട്രോൺസ് ടു ഫോം Mg2+. ഈ മഗ്നീഷ്യത്തിന് 2 ഇലക്ട്രോണിനെ ഒഴിവാക്കി കഴിഞ്ഞാൽ അതിന്റെ പ്രശ്നം തീരും. അപ്പൊ Mg എന്തായിട്ട് മാറുന്നു? Mg2+ 2 ഇലക്ട്രോൺ. എന്തുകൊണ്ടായിരിക്കും എന്നറിയണമെങ്കിൽ കുറച്ച് ചാപ്റ്റർ പുറകോട്ട് പോകണം. ഇലക്ട്രോണിനെ വിട്ടുകൊടുത്താൽ എന്ത് സംഭവിക്കും? ഒരാറ്റത്തിന്റെ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ആറ്റോമിക് സ്ട്രക്ചർ പഠിച്ചപ്പോൾ അവിടെ ആറ്റോമിക് നമ്പർ, മാസ് നമ്പർ ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഒരാറ്റത്തിൽ ആറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ?
തുല്യ എണ്ണം ഇലക്ട്രോണുകളുടെയും തുല്യ എണ്ണം പ്രോട്ടോണുകളുടെയും. ഇലക്ട്രോണിന്റെയും പ്രോട്ടോണിന്റെ എണ്ണം ഈക്വൽ ആണ്. ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവും പ്രോട്ടോണിന്റെ ചാർജ് പോസിറ്റീവും ആയതുകൊണ്ട് ഈക്വൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് പ്രോട്ടോൺസ് ഉണ്ട്. അതുകൊണ്ടാണ് ആറ്റം ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഇലക്ട്രിക്കലി ന്യൂട്രൽ ആയ ആറ്റത്തിൽ നിന്നും അതിന്റെ ന്യൂക്ലിയസ് എടുക്കാൻ പറ്റില്ല, പകരം പുറമത്തെ ഷെല്ലിൽ നിന്നും 2 ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ ആറ്റത്തിന്റെ ചാർജ് എന്തായി മാറും? ഇപ്പൊ Mgയിൽ നിന്നും മഗ്നീഷ്യത്തിൽ നിന്ന് 2 ഇലക്ട്രോൺ പോയി എന്ന് വിചാരിക്കുക. ഇലക്ട്രോൺ പോയ മഗ്നീഷ്യം 2 ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവിടെ Mg2+ ആവും. +2 ഇലക്ട്രോൺ പുറത്താണ്, അവിടെ ഉണ്ട്, അത് പോയി എന്ന് വിചാരിക്കും. അപ്പൊ എന്താ, ആ ഇലക്ട്രോൺ പിന്നെ അവിടെ കാണൂലല്ലോ. അപ്പോ Mg2+, ഇതിന്റെ ഇലക്ട്രോണിനെ ആരെങ്കിലും മേടിച്ചുകൊണ്ട് പോകണം. ഇപ്പൊ നമ്മൾ തൽക്കാലം ഇലക്ട്രോൺ പോയി എന്നങ്ങ് വിചാരിക്കുന്നു. അപ്പോൾ ന്യൂ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എന്തായിരിക്കും? 2 8 2 ആ 2നെ അവിടെ നിന്ന് ഒഴിവാക്കി. അപ്പോൾ എന്ത് കിട്ടും? 2 8 എന്നായി, സ്റ്റേബിൾ ആണ്. അപ്പോൾ ഒക്ടേറ്റ് കംപ്ലീറ്റ് ആയ അവസ്ഥയിലുള്ള രണ്ടെണ്ണം കൂടുതലുള്ള രണ്ടെണ്ണത്തെ അവിടെ നിന്ന് ഒഴിവാക്കി. അപ്പൊ 2 8, അപ്പൊ ഇത് സ്റ്റേബിൾ ആണ്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, അത് Mg2+ അയോൺ ആണ്. ആറ്റം എന്ന രീതിയിൽ പറയുമ്പോൾ ഇലക്ട്രിക്കലി ഇത് ന്യൂട്രൽ അല്ല. നമുക്ക് പുറകെ പറയാം. അപ്പൊ അത് ഓർത്ത് വെക്കുക. ഇനി എന്ത് സംഭവിക്കുന്നു? ഓക്സിജനോ? ഓക്സിജൻ ഗെയിൻസ് 2 ഇലക്ട്രോൺസ് ടു ഫോം O2-. അപ്പൊ ഈ മഗ്നീഷ്യവും ഓക്സിജനും തമ്മിൽ കണ്ടുമുട്ടിയാൽ, അവർ തമ്മിലൊരു തീരുമാനത്തിൽ എത്തിയാൽ എന്താ, മഗ്നീഷ്യം ഈ 2 ഇലക്ട്രോണിനെ ഓക്സിജന് കൊടുക്കുവാണ്. ഓക്സിജന് വേണ്ടത് 2 ഇലക്ട്രോൺ, മഗ്നീഷ്യന് ഒഴിവാക്കേണ്ടതും 2 ഇലക്ട്രോൺ. അപ്പോൾ എന്തായി? ഓക്സിജൻ ഗെയിൻസ് 2 ഇലക്ട്രോൺ. മഗ്നീഷ്യം ഇത് ആർക്ക് കൊടുക്കും എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ഓക്സിജനെ കാണുന്നത്. അവർ തമ്മിൽ കണ്ടുമുട്ടി, പരിചയപ്പെട്ടു. എന്ത് ചെയ്തു? ഓക്സിജന് ഈ മഗ്നീഷ്യം 2 ഇലക്ട്രോണിന് ഓക്സിജന് കൊടുത്തു. ഓക്സിജൻ സന്തോഷത്തോടെ ഇത് മേടിച്ചു. അപ്പോൾ ഓക്സിജന് 2 നെഗറ്റീവ് ചാർജ് അധികമല്ലേ? കാരണം ആ 2 ഇലക്ട്രോണിന്റെ നെഗറ്റീവ് ചാർജും കൂടെ ഓക്സിജന് കിട്ടും. അപ്പൊ എന്തായി? O+2 ഇലക്ട്രോൺ ഗീവ്സ് O2- ആയി. അത് ഓർത്ത് വെച്ചാൽ മതി, നമുക്ക് പുറകെ അത് പറയാനുണ്ട്. അപ്പോൾ Mg എന്ന സാധനം Mg+2+ ആയിട്ട് മാറുന്നു, ഓക്സിജൻ O2- ആയിട്ട് മാറുന്നു. പക്ഷേ അങ്ങനെയൊക്കെ ആയാലും ഓക്സിജന്റെ കോൺഫിഗറേഷൻ എന്താ? 2 6 എന്നുള്ളത് 2 8 ആയി. അപ്പോൾ ഓക്സിജൻ സ്റ്റേബിൾ ആയി, മഗ്നീഷ്യം സ്റ്റേബിൾ ആയി. അവിടെ ചാർജ് ഉണ്ട് എന്നുള്ള തൽക്കാലമൊക്കെ മാറ്റി വെക്കാം. അതിന്റെ പ്രത്യേകത നമുക്ക് പറയാം. അപ്പൊ ഇവിടെ ഈ 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തു കഴിഞ്ഞപ്പോൾ മഗ്നീഷ്യം സ്റ്റേബിൾ ആയി. ആ 2 ഇലക്ട്രോണിനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഓക്സിജന് സ്റ്റേബിൾ ആയി, 2ന് സ്റ്റെബിലിറ്റി കിട്ടി. ബോത്ത് അറ്റൈൻ ദ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ, അതായത് ഒക്ടക്ട് കോൺഫിഗറേഷൻ ഇപ്പോൾ ഈ മഗ്നീഷ്യത്തിനും ഓക്സിജനും കിട്ടി.